So hello guys and welcome back to another video. അപ്പോൾ നമ്മൾ ഇന്നും വന്നിരിക്കുന്ന പുതിയൊരു CTF വാക്ക് ത്രൂ ആയിട്ടാണ്. അപ്പോൾ പഴയ CTF ഇത് ബേസിക്കലി പറയുകയാണെങ്കിൽ നാലാമത്തെ CTF ആണ്. സോ മൂന്നാമത്തതിൻ്റെ വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി ഫസ്റ്റും സെക്കൻഡും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടാണുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇന്നത്തെ CTF എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും എന്താ പറയുക, ഒരു ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ ഒരു എന്താ പറയുക ആ രീതിയിലാണ് സംഭവം, മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് CTF. അപ്പോൾ പറഞ്ഞിട്ടുള്ളത് തന്നെ സൈബർ കിറ്റ് CTF4 സ്റ്റെപ്പ് 1 ഡൗൺലോഡ് ഇമേജ് ഫ്രം ബിലോ ഗിവൺ ലിങ്ക് നോക്കിയിട്ടുണ്ട്. പിന്നെ 2 links ആർ പ്രൊവൈഡഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2 ലിങ്ക് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്താ പറയുക, ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്താലും കുഴപ്പമില്ല, 2 ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് ഉദ്ദേശിച്ചത് അവിടെ. അപ്പോൾ സ്റ്റെപ്പ് 2 പറഞ്ഞാൽ ആഫ്റ്റർ ഡീകോഡിങ് ദി ഇമേജ് യു വുഡ് നീഡ് എ പാസ്വേഡ് ഫോർ ഡീകോഡിങ് ദ പാസ്വേഡ് ഫയൽ. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പാസ്വേഡ് ടേസ്റ്റ് ചെയ്തായിരിക്കും മിക്കവാറും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവിടെ വേറുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഒന്നുമില്ല, റെഡ്മി വായിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം. നമുക്ക് ഗൂഗിൾ ഡ്രൈവാ, നമുക്ക് എന്തായാലും ഗൂഗിൾ ഡ്രൈവിന് എടുക്കാം. പിന്നെയാണല്ലോ ഏറ്റവും നല്ലത്. Ctrl+V അടിക്കുന്നു, എൻ്റർ അടിക്കുന്ന. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് ചെയ്യാൻ കൂടുതൽ ടെർമിനലിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് തോന്നുന്നത് എനിക്ക്. നമ്മൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് ഓക്കെ, ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ഫോൾഡർ. അപ്പോൾ ഇവിടെ Challenge4 എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതാണ് സാധനം Challenge4. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം, നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ ആ സാധനം ഓപ്പൺ ആവില്ല എന്ന് പറഞ്ഞാൽ ആവില്ല തന്നെ ആവില്ല, പിന്നെ അതല്ല. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഉള്ളത്, അതായത് ഇറ്റ് ലുക്സ് ലൈക്ക് വി ഡോണ്ട് സപ്പോർട്ട് ദിസ് ഫയൽ ഫോമാറ്റ് എന്നുള്ള. അപ്പോൾ ഇത് കറപ്റ്റഡ് ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് കറപ്റ്റഡ് ആയത് നേരെയാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇതാണ് ഹെക്സ്ഡിറ്റ് എന്നാണ് ആ ഒരു വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടെർമിനൽ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൽ ടൂൾസ് കുറേ അവൈലബിൾ ആണ്. ഹെക്സ് എഡിറ്റേഴ്സ് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ബ്രൗസറിൽ മാത്രം നിന്ന് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെക്സ് എഡിറ്റർ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് അവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കുറേ വന്നിട്ടുണ്ട്. ഹെക്സ് എഡിറ്റർ ഓൺലൈൻ അങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഓൺലൈൻ ഉണ്ട്. ഇപ്പോൾ ഹെക്സ്ഡിറ്റ് എന്നിട്ട് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അതെന്നെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെക്സ് എഡിറ്റർ. അപ്പോൾ നമുക്ക് നമ്മളെ ഫയൽ, അതായത് ഇമേജ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇമേജ് ഇതാണ് Challenge4, ഇത് തന്നെയാണ്. ഓപ്പൺ ചെയ്യാം. ഇതങ്ങ് ക്യാൻസൽ ചെയ്താൽ ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ ഇമേജ് ഫയൽ. സോ ഇത് IHDR ഇൻ്റർവ്യൂലൊക്കെ കാണാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇമേജ് എന്ന് പറഞ്ഞാൽ ഹെക്സിൽ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് എന്താ പറയുക, നമുക്ക് എഡിറ്റ് ചെയ്യണം. അതായത് എന്തൊക്കെ ഇതിന് മിസ്റ്റേക്ക് ഉണ്ടാവും, ഉണ്ടല്ലോ ഓപ്പൺ ആവാത്ത. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഗൂഗിളിൽ പോയിട്ട് PNG ഹെക്സ് കോഡ് അങ്ങനെ അടിച്ചു നോക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ സെർച്ച് ചെയ്തിട്ടുണ്ട്. PNG ഹെക്സ് നമ്പർ. ഓക്കെ, Stackoverflow. ഇതൊന്ന് കളയട്ടെ ഒരു മിനിറ്റ്. ഈ സാധനം വേറെ അടങ്ങാറാണ്. എഡിറ്റേഴ്സ് HTML ആയില്ലല്ലേ. ഓക്കെ, അത് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞു. ക്ലിങ് പോയി സാധനം തരുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ ഇവിടെ കണ്ട ഈ സാധനം തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് സാധാരണ ഒരു PNG വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു വാല്യൂവും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതായത് സ്റ്റാർട്ടിങ് IHDR ഇൻ്റർവെൽ അതുപോലത്തെ സാധനങ്ങൾ, ബേസിക് സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നത് 8950 എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ 79 ഉള്ളത്. അപ്പോൾ ഏതൊരു PNG ആയാലും ഹെക്സിൽ നമ്പർ 89 സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്കിത് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇൻസേർട്ട് ബൈറ്റ് ഹിയർ കൊടുക്കുക, ഇവിടെ 1 കൊടുക്കുക, എന്നിട്ട് 79 ഉള്ളത് 89 ആക്കണം. 89 അപ്ലൈ. ഇപ്പോൾ 79 ഉണ്ട്, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ 79
സെറ്റായി. രണ്ടാമത് വന്നത് 50 അപ്പോൾ ഇവിടെ 40 അതും നമുക്കിവിടെ 50 ആഡ് ചെയ്യാം. അത് ഡിലീറ്റായി. ഓക്കെ, ഇനി മൂന്നാമതുള്ളത് 4E47 അപ്പോൾ ഇവിടെ 3E37 അത് കഴിഞ്ഞിട്ട് 0D0A 0D0A തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കറക്റ്റാണെന്ന് നമുക്ക് വിചാരിക്കണം. ഇനിയിപ്പോൾ ചില CTFൽ ഇത് മാത്രമായിരിക്കില്ല, ഇവിടെയൊക്കെ ഇതുണ്ടാവും. അല്ലെ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും എൻഡിങ്ങിലായിരിക്കും എന്തെങ്കിലും ഉണ്ടാവുക, ഈ എൻഡിയിൽ അങ്ങനെ ഓരോ സ്ഥലത്തായിരിക്കും എഡിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതും കൂടി എഡിറ്റ് ചെയ്യാം. അപ്പോൾ തൽക്കാലം മുകളിലോട്ട് പോകണ്ടേ. ഓക്കെ, അപ്പോൾ 3E മാറ്റിയിട്ട് 4E ആക്കണം. 4 ക്യാപ്സ് ലോക്ക് E അപ്ലൈ. എന്നിട്ട് നമുക്ക് ആ 3E അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി 3747 ആക്കി മാറ്റണം. 47 അപ്ലൈ ചെയ്യാം. എന്നിട്ട് 37 അങ്ങ് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളെ ഇമേജ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. എക്സ്പോർട്ട് സേവ് ഫയൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ സേവ് ആയിട്ടുണ്ട്. അതായത് നമ്മളെ Challenge4 എന്ന് പറഞ്ഞ ഈ ഫോൾഡറിൽ. ഓക്കെ, ഇതാണ് നമ്മളെ ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബാർകോഡാണ്. ബാർകോഡല്ല, QR കോഡ്. ബാർകോഡ് എന്ന് പറഞ്ഞത് QR കോഡാണ് സാധനം. അപ്പോൾ നമുക്ക് QR കോഡ് എന്ത് ചെയ്യണ്ടേ? QR കോഡ് എന്ത് ചെയ്യുക? സ്കാൻ ചെയ്യാം. സോ നമുക്കിപ്പോൾ സ്കാനറൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് നമുക്ക് എന്താ ഓൺലൈൻ QR കോഡ് സ്കാനർ യൂസ് ചെയ്യാം. ഓൺലൈൻ QR കോഡ് decoder എന്നാ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യാം. സ്കാനർ. അയ്യോ, ഇതിനിപ്പോൾ വെബ് ഓപ്പൺ ചെയ്യാം. വെബ് ക്യാം ഇതെല്ലാം വേണ്ടേ. വേറെ ഒന്നുമില്ല. വെബ് QR കോഡ് ഏതായാലും ബ്ലോക്ക് എടുത്തിട്ട്. ഇതൊക്കെ ഇതാണല്ലോ അപ്ലോഡ് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഇല്ല എന്ന് തോന്നുന്നു. പണി കിട്ടുമോ? ചാൻസ് ഇല്ല. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ. ഇതിലും ഇല്ലല്ലോ. എന്തായാലും വേറെ ഒന്ന് സെർച്ച് ചെയ്തു. QR കോഡ് decoder ഓൺലൈൻ അങ്ങനെ ഒന്ന് കടിച്ചു നോക്കാം. കോഡർ ഓൺലൈൻ decoder ഓൺലൈൻ. അത് വർക്കാവുമായിരിക്കാം, നോക്കാം. അതൊക്കെ നല്ല ടൈം എടുക്കുന്നു. വേറെ ഏതെങ്കിലും നോക്കാം. ഓപ്പൺ. നല്ല ലേഖാണല്ലോ. ഓക്കെ, തൽക്കാലം ഒന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ബ്രൗസ് ഉണ്ട്. അപ്പം ബ്രൗസ് ചെയ്യുക. എന്നിട്ട് ഇതല്ലല്ലോ നമ്മളെ ഡെസ്ക്ടോപ്പിൽ Challenge4 എന്ന ഫോൾഡർ. അപ്പോൾ ഇതാണ് സാധനം. ഓപ്പൺ ചെയ്യാം. ആയിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാം. സോ അപ്ലോഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയൊരു ലിങ്കാണ്. ആ ലിങ്ക് എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ജസ്റ്റ് പേസ്റ്റ് ആൻഡ് ഗോ ചെയ്യാം. സോ പേസ്റ്റ് ആൻഡ് ഗോ ചെയ്തപ്പോൾ നമുക്കിതല്ല, നമുക്ക് അതെൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ട് അവിടെ പാസ്വേഡ് ചോദിക്കില്ല. ന്യൂ വിൻഡോ എടുക്കുക. ന്യൂ പ്രൈവറ്റ് വിൻഡോ. നിങ്ങളിങ്ങനെയും ചെയ്യേണ്ട. ഇതിപ്പോൾ എൻ്റെ ആയതുകൊണ്ടാണ് അവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ സാധാരണ ഇങ്ങനെ ഉണ്ടാവുക. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഉണ്ടാവും എൻ്റർ പാസ്വേഡ് വയ്ക്കും. സോ നമ്മൾ എന്താണോ നമുക്ക് ഫസ്റ്റ് തന്ന സാധനം വായിച്ചു നോക്കുക. അപ്പോൾ അവിടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ഡീകോഡിങ് ദി ഇമേജ് യു നീഡ് എ പാസ്വേഡ്. അപ്പോൾ ഇവിടെയാണ് പാസ്വേഡ് അടിക്കേണ്ടത്. അതായത് ഇവിടെയാണ് പാസ്വേഡ് അടിക്കേണ്ടത്. പിന്നെ വന്നിട്ടുള്ള ഫോർ പാസ്വേഡ് യു നീഡ് ടു ഡീകോഡ് ദ ഫയൽ password.txt. അതായത് password.txt എന്ന് പറഞ്ഞാൽ ഈ സാധനം ഡീകോഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ അത് ഡീകോഡ് ചെയ്യാൻ എന്താ ഉള്ളത് അതിൻ്റെ ഉള്ളിൽ നോക്കാം. അതിൻ്റെ ഉള്ളിൽ വലിയ എന്തോ ക്യാരക്ടേഴ്സുള്ളത്, കണ്ടമാന ക്യാരക്ടേഴ്സുള്ളത്. സോ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. സീൻ. ഈ സാധനം ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെറും സീന. നമുക്ക് ന്യൂ വിൻഡോ എടുത്തിട്ട് പ്രൈവറ്റ് വിൻഡോ എടുത്ത് ചെയ്യാം. ഓക്കെ, പേസ്റ്റ് ആൻഡ് ഗോ ചെയ്യാം. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല അല്ലേ. തൽക്കാലം എന്തെങ്കിലും കോപ്പി ചെയ്താൽ നമുക്ക് ഇതിലെടുത്തിട്ട് റോ എടുത്തിട്ട് കോപ്പി ചെയ്യാം.
ഇപ്പോൾ മിക്കവാറും ഇത് ബേസ് 64 ആയിരിക്കാനാണ് സാധ്യത. ബേസ് 64 ഓഡിയോ അല്ല വീഡിയോ അങ്ങനെ എന്തെങ്കിലും ബേസ് 64 ആക്കിയതായിരിക്കാനാണ് സാധ്യത. എന്തായാലും അത് കോപ്പി ചെയ്യാം. വീഡിയോ കുറച്ച് ലെങ്ത് ആവും തോന്നുന്നു. എന്തായാലും സീനില്ല. ഓക്കെ, ഫുള്ള് ആയിട്ടുണ്ട്. കോപ്പി ചെയ്യാം. Ctrl+C കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബേസ് 4 അടിച്ച് ബേസ് 64 ടു MP3. ഓക്കെ, MP3 ഇതൊക്കെ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ചെയ്ത് നോക്കിയതാണ് ആദ്യം. ഇവർക്ക് കയ്യിൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ അതിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ഡീകോഡ് ബേസ് 64 ടു ഓഡിയോ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മളെ സാധനം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സൗണ്ട് കുറക്കേണ്ടി വരും, എന്നാലേ നമുക്ക് അവിടെ കേൾക്കൂ. ഓക്കെ, പ്ലേ ചെയ്യാം. ഇപ്പോൾ കേട്ടല്ലോ, യുവർ പാസ്വേഡ് ഈസ് 56731 അങ്ങനെയാണെന്ന് പറഞ്ഞേ. ഒന്നുകൂടി പ്ലേ ആവാൻ വേണ്ടിയിൽ യുവർ പാസ്വേഡ് ഈസ് 56731. ഓക്കെ, മതിയല്ലോ. നമുക്ക് അത്ര മതി. നമുക്ക് എന്തായാലും ഓഡിയോ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല മ്യൂസിക് ഇല്ലെങ്കിൽ. സൗണ്ട് നല്ലോണം അധികമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ പാസ്വേഡാണ് എവിടെ അടിക്കേണ്ടത്. നമ്മൾ നേരത്തെ അടിക്കാൻ പറഞ്ഞ സ്ഥലത്ത് അടിച്ചു കൊടുക്കേണ്ടത്, അതായത് ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് കോപ്പി ചെയ്യാം. Ctrl+V അടിച്ചപ്പോൾ അൺലോക്ക് പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോഴും വേറൊരു ലിങ്കാണ് തന്നത്, അതും നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്തതിൽ പോവാം, പേസ്റ്റ് ചെയ്ത് നോക്കാം. സോ അത് പേസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ എന്തോ ഒരു എൻക്രിപ്ഷനാണ് എൻകോഡ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ഹിൻ്റ് ഉണ്ട്. ഇൻ സം വേസ് ഡ്യൂറിങ് വേൾഡ് വാർ സിറ്റുവേഷൻ പീപ്പിൾ യൂസ് ടു സെൻഡ് ടെലിഗ്രാഫിക് ഇൻഫർമേഷൻ യൂസിങ് റിതം. സോ അങ്ങനെ ഒരു സാധനം തന്നു. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. ഒന്നും അറിയാത്ത എന്ത് ചെയ്യും, പീപ്പിൾ യൂസ് ടു സെൻഡ് അല്ല എന്താ പറയുക, ഇത് അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ട് എന്തെങ്കിലും ഗൂഗിളിൽ അടിച്ചാൽ എന്തെങ്കിലും ഇൻഫോ കിട്ടുമോ നോക്കാം. സോ അതടിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് അവിടെ വന്നിട്ടുണ്ട് മോഴ്സ് കോഡ്. സോ മോഴ്സ് കോഡിൽ അല്ലെങ്കിൽ മോഴ്സ് എന്ന ആ ഒരു ഇതിലോട്ട് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡീകോഡർ ഏതും കൊണ്ടു നോക്കാം. യുവിൻ്റെ Ctrl+V. ഷിറ്റ്. ഓക്കെ, അത് ബാക്ക് സ്പേസ് അടിച്ച് കളിയാം. മോഴ്സ് കോഡ് ഡീകോഡ് ഓൺലൈൻ. അപ്പോൾ ഞാൻ കൂടുതലും എന്താ പറയുക, ഫുള്ളി ബ്രൗസറിൻ്റെ അകത്താണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ നേരെ ടെർമിനലിലും അതിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇതിലോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. മോഴ്സ് കോഡ് ട്രാൻസ്ലേറ്റർ അല്ല ഡീകോഡർ എന്നെല്ലാം ഉണ്ട്. സോ ഇവിടെയാണ് നമ്മളിത് അടിക്കേണ്ടത്. അതായത് ഇവിടെ ഈ സാധനം ഫുള്ള് കോപ്പി ചെയ്യാം. Ctrl+C ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. KITH CTF4 യു ഗോട്ട് ദ ഫ്ലാഗ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലാഗ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്സ് ചെയ്ത് നോക്കിയാൽ ഞങ്ങൾക്ക് സിമ്പിളാണ്. ചെയ്യുമ്പോൾ കുറേ ടഫ് പോലെയൊക്കെ തോന്നും. ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സിമ്പിളാണ്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ CTFs ഉണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.